മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ED കോടതിയിൽ. വിചാരണ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കുറ്റപത്രത്തിന്റെ പകർപ്പും അനുബന്ധ രേഖകളുമാണ് ആവശ്യപ്പെട്ടത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കേണ്ടിക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതില്ലേ? കാരണം ED ചോദ്യം ചെയ്യാൻ അടക്കമുള്ള സാധ്യതകൾ ഇതിനോടകം കാണുന്നുണ്ടല്ലോ. ദേവിക, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് SFIO നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പും അനുബന്ധ രേഖകളും ഇപ്പോൾ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു രേഖകൾ ഏറ്റവും പ്രധാനവുമാണ്. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം ഈ അന്വേഷണത്തിലേക്ക് കടന്നതും വിശദമായ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും SFIO ആണ്. അതുകൊണ്ട് തന്നെ നിരവധി രേഖകൾ കൈവശമുള്ളത് SFIOയുടെ കൈവശമാണ്. സ്വാഭാവികമായും ഈ രേഖകൾ തന്നെയാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണത്തിലേക്ക് കടക്കേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, നിരവധി ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. വീണ അടക്കമുള്ളവരെ SFIO ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന മൊഴികൾ, ആ മൊഴികളുടെ പകർപ്പുകൾ അടക്കമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ച് വേണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. ഒരു കുറ്റകൃത്യത്തിൽ മറ്റൊരു അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസും ഒപ്പം തന്നെ നിരവധി കുറ്റകൃത്യങ്ങളിലേക്ക് നീളുന്ന ഒരു അന്വേഷണ സാധ്യതയും മുന്നിലുള്ളപ്പോൾ മാത്രമാണ് സാധാരണ നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലേക്ക് കടക്കാറുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ നിലവിൽ SFIO രജിസ്റ്റർ ചെയ്ത ഒരു കേസും SFIO അന്വേഷണം പൂർത്തിയാക്കി നൽകിയിരിക്കുന്ന ഒരു കുറ്റപത്രവും മുന്നിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ EDക്ക് ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും. മാത്രമല്ല, പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ നിരവധി ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. SFIOയുടെ അന്വേഷണത്തിന് ഒപ്പം തന്നെയായിരുന്നു ED അന്വേഷണവും മുന്നോട്ട് പോയിരുന്നത്. CMRലെ നിരവധി ഉദ്യോഗസ്ഥർ, CMRൽ MD ശശിധരൻ കർത്ത എന്നിവരുടെ ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. മാരത്തൺ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു CMRൽ ഉദ്യോഗസ്ഥരെ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രേഖകളിൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ED ശേഖരിച്ച രേഖകൾക്കൊപ്പം SFIOയുടെ രേഖകൾ കൂടി വെച്ച് മുന്നോട്ട് അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് നീക്കം. ഒപ്പം വീണയെ ചോദ്യം ചെയ്ത് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കും കടക്കും. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി SFIOയുടെ കേസിൽ പ്രതികളായ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി ED ഡയറക്ടർ നൽകിയിട്ടുണ്ട്. അതിനേതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങളില്ല എന്നത് തന്നെയാണ് നിയമവൃത്തങ്ങൾ EDക്ക് നൽകിയിരിക്കുന്ന ഒരു നിയമോപദേശം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തുടർ ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ED കടക്കുക. ശരി.